മഴ പെയ്യുമ്പോൾ സൗണ്ട് ഇല്ല, നമ്മൾ അറിയാറില്ല, ചൂട് കുറവാണ്. റേറ്റ് മറ്റുള്ളവരുമായിട്ട് നോക്കുമ്പോൾ റേറ്റ് എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നി. കേരള ചരിത്രം മാറ്റിമറിക്കാൻ പോണ ഒരു ഒന്നൊന്നര പ്രൊഡക്റ്റ് ആണ് എന്റെ കയ്യിൽ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. 50 വർഷം അല്ലേട്ടാ, 50 വർഷത്തെ വാറന്റിയാണ് ഇവർ ഈ ഒരു സംഭവത്തിന് കൊടുത്തോണ്ടിരിക്കുന്നത്. 50 വർഷം. ഇവരുടെ പ്രത്യേകത എന്നുള്ളത് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നാണ് ഇവർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സാർ ഇപ്പൊ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടാവും റേറ്റ് ഒക്കെ. അവർ തന്നതിനേക്കാളും നല്ല റേറ്റ് കുറവാണ്. റേറ്റ് എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നി. തീരപ്രദേശത്ത് കടൽക്കാറ്റ് ഉപ്പുകാറ്റടിക്കുമ്പോൾ പെട്ടെന്ന് തുരുമ്പെടുക്കാമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെറ്റീരിയൽ സോൾ ടെസ്റ്റ് പാസ് ആയതാണ്. കടപ്പുറത്തുള്ളവർക്കും ഇത് ഉപയോഗിക്കാം, തുരുമ്പടിക്കത്തില്ല. നോർമൽ ഷീറ്റ് ഇട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ഞാൻ ഈ കയറി പോകുന്നത് പോലെ സിമ്പിൾ ആയിട്ട് കയറി പോകാൻ പറ്റുമോ? സാധിക്കുമോ ചേട്ടാ? പറ്റില്ല. 50 വർഷമാണ് കിടക്കുന്നത്. അത് 50 വർഷം വാറന്റി മാത്രം, അതിന്റെ അപ്പുറം കിടക്കും. പിന്നെ തീർച്ചയായും 50 വർഷം കമ്പനി വാറന്റി കൊടുക്കുന്നത് അത് പോവില്ല എന്ന് കമ്പനിക്ക് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ്. അത്ര ഉറപ്പാണ്. അത് കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ഡെലിവറി ആയിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഫ്രീ ഡെലിവറി തീർച്ചയായും. അടിപൊളി. 50 വർഷം പോയിട്ട് ഒരു 10 വർഷം വാറന്റി കിട്ടും, അതായത് കമ്പനി കാണുമോ? അതിനുള്ള മറുപടി എന്താണ്? അപ്പോൾ 50 വർഷത്തെ വാറന്റി കിട്ടാൻ ഇത് എന്താണ് ഐറ്റം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എന്റെ പേര് അസ്ലം. ഞാൻ അഫ്രൈൻ്റെ ട്രേഡിംഗ് ആൻഡ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറാണ്. കേരളത്തിലെ ഡ്രസ് വർക്കിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീടുകളിലൊക്കെ സാധാ ഷീറ്റ് കൊണ്ടായിരിക്കും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അതിന് എത്ര നാൾ ആയുസുണ്ടാവും? 5 വർഷം മുതൽ അങ്ങേയറ്റം പോയ 10 വർഷം. അതിനുള്ളിൽ മാറ്റേണ്ടി. എന്താ സംഭവിക്കാൻ? തുരുമ്പെടുത്ത് ഇടയിൽ കൂടെ ലീക്കായി വെള്ളം കീപ്പോട്ട് ചാടുന്ന അവസ്ഥയിലേക്ക് വരും. 10 വർഷം കഴിയുമ്പോൾ ഷീറ്റ് പോയി, പിന്നെ നിങ്ങൾ അടുത്ത ഷീറ്റ് ഇടണം. അടുത്ത 10 വർഷം കഴിയുമ്പോൾ അത് പിന്നെയും പോയി, പിന്നെ ഇടണം. എത്ര രൂപ ചെലവാണ്? ഒരു തവണ ഇത് ഇട്ട് കഴിഞ്ഞാൽ 50 വർഷമാണ് കിടക്കുന്നത്. അത് 50 വർഷം വാറന്റി മാത്രം, അതിന്റെ അപ്പുറം കിടക്കും. പിന്നെ തീർച്ചയായും 50 വർഷം കമ്പനി വാറന്റി കൊടുക്കുന്നത് അത് പോവില്ല എന്ന് കമ്പനിക്ക് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ്. അത്ര ഉറപ്പാണ്. നോർമൽ ഷീറ്റ് ഇട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ഞാൻ ഈ കയറി പോകുന്നത് പോലെ സിമ്പിൾ ആയിട്ട് കയറി പോകാൻ പറ്റുമോ? സാധിക്കുമോ ചേട്ടാ? പറ്റത്തില്ല. എന്ത് സംഭവിക്കും? ചളങ്ങിപ്പോ. പക്ഷെ ഞാൻ ഇപ്പൊ ഏകദേശം 65 കിലോ ഉണ്ട്. ഞാൻ എന്ത് സിമ്പിൾ ആണെന്ന് നോക്കി ഇതിന്റെ മേളിൽ നിൽക്കുന്ന കണ്ടോ, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? ഇല്ല. അതാണ് ഇവരുടെ മെറ്റീരിയൽ പ്രത്യേകത. നോർമൽ ഷീറ്റ് 0.35 mm ഒക്കെ ഉണ്ടാവും. ഓക്കെ, 0.35 mm. നമ്മുടെ ബേസ് മാത്രമുണ്ട് 0.5 mm. അപ്പോൾ 50 വർഷത്തെ വാറന്റി കിട്ടാൻ ഇത് എന്താണ് ഐറ്റം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? വിശദമായിട്ട് ചേട്ടൻ പറഞ്ഞുതരും, ഒന്ന് പറഞ്ഞു കൊടുത്തേ. തീർച്ചയായും ഇത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ്. ഇതിന്റെ ബേസ് വരുന്നത് 0.5 mm ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്. അതായത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞു വിൽക്കും, പക്ഷേ തുരുമ്പടിച്ചു. പക്ഷേ ഇതിനകത്ത് 150 GSM അലൂസിംഗ് കോട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പേര് തന്നെ ഇത് തുരുമ്പെടുക്കില്ല. അലൂസിംഗിന്റെ പുറമെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്റ്റീവ് ലെയർ കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ നമ്മുടെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ കടൽ തീരങ്ങൾ, തീരപ്രദേശത്ത് കടൽക്കാറ്റ് ഉപ്പുകാറ്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് തുരുമ്പെടുക്കാമല്ലോ, അങ്ങനെയുള്ളവർക്ക് കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെറ്റീരിയൽ സോൾ ടെസ്റ്റ് പാസ് ആയതാണ്. അതിന് വേണ്ടി ഒരു എക്സ്ട്രാ പ്രൊട്ടക്റ്റീവ് ലെയർ കൂടി കൊടുത്തതിന് ശേഷമാണ് ഇതിന് ഒരു അദസീവ് ലെയർ കൊടുത്തിട്ട് ഈ ബസാൾട്ട് സ്റ്റോൺ പതിപ്പിച്ച് വരുന്നത്. അതായത് 8 ലെയർ ആണ് ടോട്ടൽ വരുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ പുറകെ നിങ്ങൾ 0.5 mm ഹൈ ക്വാളിറ്റി സ്റ്റീലാണ് ബേസ് വരുന്നത്. ഇത് 150 GSM അലൂസിംഗ് കൂടിയാണ്. അതായത് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അലൂസിംഗിന്റെ പ്രൊഡക്റ്റ് ആണ്. നമ്മളൊരു സൈറ്റിലേക്ക് നമ്മൾ മെറ്റീരിയൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം കമ്പനിക്ക് അതിന്റെ ഫോട്ടോസ് എടുത്ത് കൊടുക്കണം, ഫോട്ടോസും വീഡിയോസും. അപ്പൊ കമ്പനി ഡയറക്റ്റ് ഇന്ന സൈറ്റിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചതായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വാറന്റി കാർഡ് പ്രൊവൈഡ് ചെയ്യും. മറ്റ് മെറ്റൽ ഷീറ്റുകളിൽ നിന്ന് ചൂടിന്റെ കാര്യത്തിൽ ഈ ഒരു ഷീറ്റിന്റെ പ്രത്യേകത എന്താണ്? മറ്റ് ഷീറ്റുകളെ അപേക്ഷിച്ച് ഇതിന് ചൂട് വളരെയധികം കുറവായിരിക്കും. കാരണം ഇതിന്റെ മെയിൻ പ്രത്യേകതയാണ് ഫയർ പ്രൂഫ് ആണ്, അതുപോലെ ഹീറ്റ് പ്രൂഫ് ആണെന്നുള്ളത്. ചൂട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് കടത്തിവിടില്ല. അതായത് ഇത് ബസാൾട്ട് സ്റ്റോൺ ആണ്. ഇത് ഈ ഹീറ്റിനെ റിഫ്ലക്ട് ചെയ്യുള്ളൂ. ഇത് കൂടാതെ വേറെ പല സ്റ്റോണുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ബസാൾട്ട് സ്റ്റോണിനെ സംബന്ധിച്ച് ചൂട് അബ്സോർബ് ചെയ്യില്ല. 50 വർഷം വാറന്റി എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ്, 50 വർഷം പോയിട്ട് ഒരു 10 വർഷം വാറന്റി കിട്ടും, അതായത് കമ്പനി കാണുമോ? അതിനുള്ള മറുപടി എന്താണ്? അതായത് നമ്മൾ നിലവിൽ ഉള്ള കമ്പനി എത്ര വർഷമായി എന്നുള്ളത് നോക്കുക. നമ്മുടെ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് 30 വർഷം മാർക്കറ്റിൽ വന്നിട്ടായതാണ്. 30 വർഷമായി. ഇന്ത്യയിൽ ഇത് 10 വർഷമായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 50 വർഷം വാറന്റി തികച്ചു കിട്ടിയിരിക്കും. കാരണം അങ്ങനെയുള്ള പ്രൊഡക്റ്റിനെ ചൂസ് ചെയ്ത കാര്യം. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ മേഞ്ഞു, ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ കമ്പനി ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ വാറന്റി കിട്ടത്തില്ല. ഇതേപോലുള്ള ഏരിയകളിൽ ഇവിടെ സ്ക്രൂ ചെയ്തായിരിക്കും ഇത് ഉറപ്പിക്കുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഒരു സ്ക്രൂ കാണാൻ പറ്റുന്നുണ്ടോ? മുകളിലായിട്ട് കാണത്തില്ല. നമുക്ക് ഇതിൽ സ്ക്രൂ വരുന്നത് 2 പോർഷനിലാണ് വരുന്നത്. ഒന്ന് മുകളിൽ പർലിങ്ങിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 230 km/h വരെയുള്ള വിൻഡിനെ റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് വാറന്റിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ പർലിങ്ങിലേക്ക് അടിച്ചു കൊടുക്കുക. അത് അടുത്ത ഷീറ്റ് വരുമ്പോൾ ഓവർലാപ്പ് ചെയ്തു പോകും, പുറത്ത് കാണില്ല, അറിയത്തില്ല. രണ്ടാമത്തെ ഷീറ്റ് സ്ക്രൂ കൊടുക്കുന്നത് ഇതിന്റെ സൈഡിൽ നിന്നാണ്, ഉള്ളിൽ നിന്ന് ഷീറ്റ് ടു ഷീറ്റ് വരുന്നത്. അതായത് ഇവിടെ മറിഞ്ഞു വരുന്ന ഷീറ്റ് ഉള്ളിൽ നിന്ന് കൊടുക്കുന്നത്. അതാണ് നമുക്ക് ഇവിടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അകത്തുനിന്നുള്ള ഒരു വ്യൂ ഇങ്ങനെ ആയിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ ഇതിൽ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി കാണിച്ചു തരാം. ഇത് കണ്ടോ, നിങ്ങളിപ്പോ സാധാ ഒരു ഇരുമ്പിന്റെ ഷീറ്റ് ചെയ്തിട്ടുള്ള ഡ്രസ് വർക്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് ആയിരിക്കും, പാട്ടടിക്കുന്ന സൗണ്ടായിരിക്കും. പക്ഷെ ഇത് നോക്കിയാൽ എന്ത് സ്ട്രോങ് ആണെന്ന് നോക്കിയാൽ അതാണ് സൗണ്ട് പ്രൂഫിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഇതിന് പുറത്തുനിന്ന് വെച്ചാൽ ബസാൾട്ട് സ്റ്റോണിലേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് സൗണ്ട് വരത്തില്ല. ഇരുമ്പിന്റെ ഒരു ഷീറ്റ് താഴെ നിൽക്കാതെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇറങ്ങി വന്നതിന്റെയാണ് ഈ ഒരു വീർപ്പാണ്. പക്ഷെ ഇവിടെ നമുക്ക് ചൂടോ കാര്യങ്ങളോ അങ്ങനെ നമുക്ക്
ഭയങ്കരമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു സ്റ്റീലാണ്, അതിന്റേതായ ഒരു ചെറിയൊരു ചൂട്, പക്ഷെ എന്നാൽ അധികം ഒരു അത് അധികം ചൂടും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് അതിന്റെ അടി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിലെ ഇതേപോലത്തെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റും അവരുടെ പ്രൊഡക്റ്റ് നമ്മളെ വ്യത്യാസം, അതായത് നമ്മുടെ വീഡിയോ കാണുന്നവർ ഇപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവണം. തീർച്ചയായും. അതായത് ഏതൊരു സാധാരണക്കാരനാണെങ്കിലും അവര് പല ബ്രാൻഡുകളിൽ പല മെറ്റീരിയലും ഏകദേശം സെയിം കാഴ്ചയിൽ സെയിം ആയിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അവരും ഭയങ്കര കൺഫ്യൂഷനിലാണ് ഏത് സെലക്ട് ചെയ്യണമെന്ന്. തീർച്ചയായും അവർ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ബ്രാൻഡല്ല, പല ബ്രാൻഡിന്റെ തന്നെ കൊട്ടേഷൻ എടുക്കണം. ഇപ്പം ഞങ്ങളുടെ ചെയ്യണമെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യണം എന്നുള്ളത് ഇത് കണ്ടതിന് ശേഷം തീരുമാനിക്കണം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് 0.35 ബേസ് മെറ്റീരിയൽ തിക്നെസ് മുതൽ മാർക്കറ്റിൽ ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ്. നമുക്ക് 0.5 ആണ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് വരെ 0.45 ഉള്ളൂ. 0.5 നമ്മൾ മാത്രം നിലവിൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് പലരും ഞങ്ങൾക്ക് ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അങ്ങനെ വന്നാൽ ടെസ്റ്റ് റിപ്പോർട്ടുകൾ നിങ്ങൾ ആവശ്യപ്പെടണം. ആരും ചോദിക്കാത്ത കാര്യം, നമ്മൾ ബ്രോഷറൊക്കെ നോക്കും. ഈ ബ്രോഷർ നമ്മൾ നോക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ പല ഡിസൈൻസ് കാണാനും പല കളറിലുള്ള ഭംഗി കാണാൻ വേണ്ടി മാത്രം. പക്ഷെ അങ്ങനെ ആവരുത്. അതിലുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കണം. അത് കൂടാതെ ഇതിന്റെ ലീഗലി ടെസ്റ്റ് റിപ്പോർട്ടുകൾ നമ്മൾ ആവശ്യം. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഒറ്റപ്പാലത്തുള്ള ഒരു ക്ലയന്റിന് നമ്മുടെ ഒരു മെറ്റീരിയലിന്റെ കൊട്ടേഷൻ കൊടുത്തപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ മെറ്റീരിയൽ 150 GSM അലൂസിംഗ് അല്ലേ, എനിക്ക് 200 GSM അലൂസിംഗിന്റെ കൊട്ടേഷൻ വേറെ കിട്ടിയിട്ടുണ്ടെന്ന്. ഈ സെയിം മെറ്റീരിയൽ 200 GSM ഇന്ത്യയിൽ അവൈലബിൾ അല്ല, എന്റെ അറിവില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ അറിവിൽ അങ്ങനത്തെ മെറ്റീരിയൽ അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനെയാണ് സാർ എനിക്ക് ആ കൊട്ടേഷൻ, ആ റേറ്റ് മറിച്ചിട്ട് ആ കൊട്ടേഷൻ ഒന്ന് എനിക്ക് ഇട്ട് തരുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എനിക്ക് ഇട്ട് തന്നപ്പോൾ ശരിയാണ് 200 GSM കാണിച്ചിട്ടുണ്ട്. പക്ഷെ വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ അദ്ദേഹത്തിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എനിക്ക് പറ്റി. കാരണം ആ കൊട്ടേഷനിൽ അവരുടെ വെയിറ്റ് കാണിച്ചിട്ടുണ്ട് മെറ്റീരിയലിന്. അതായത് ഒരു പാക്കറ്റ് ഇത്ര വെയിറ്റ് വരുന്നത് 12 ഷീറ്റിന്റെ, അതിന്റെ വെയിറ്റ് വരുന്നത് ഒരു ഷീറ്റിന് 2900 വെയിറ്റ് ഉള്ളൂ. GSM എന്ന് വെച്ചാൽ ഗ്രാം പെർ സ്ക്വയർ മീറ്റർ. അതായത് വെയിറ്റ് കൂടണം. അപ്പൊ ഈ 0.5 ബേസ് മെറ്റീരിയൽ തിക്നെസ് 150 GSM അലൂസിംഗ് കോട്ടിംഗ് ഉള്ള നമ്മുടെ മെറ്റീരിയൽ 3.15 kg ആണ് വെയിറ്റ് പറയുന്നത്. അതെ, ആവറേജ് 3.1 kg. 2.9 kg ആണ് ആ കാണിച്ചിരുന്ന മെറ്റീരിയൽ നമ്മുടെ സെയിം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചത്. അപ്പൊ തന്നെ അദ്ദേഹത്തിന് അത് തിരിച്ച് അവിടെ സംസാരിച്ചു. എനിക്ക് ഡയറക്റ്റ് കൺവേർഷൻ ആയി. അപ്പൊ ഇതാണ് ഫ്രാൻസിസ് സാറ്. സാറിന്റെ വീട്ടിലാണ് നമ്മളിപ്പോ ഒരു റൂഫിംഗ് കണ്ടത്. സാറേ, എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? ഞാൻ ഈ വീട് പണി ആരംഭിച്ചതിന് ശേഷം റൂഫിംഗ് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയായിരുന്നു. റൂഫിംഗ് ചെയ്യാനുള്ള ഡിസൈൻ ആയിരുന്നു. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പരതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ അന്വേഷണങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ ഇവരുടെ ആ പരസ്യം കാണുകയും ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. സാർ എന്തായാലും മറ്റുള്ള കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടാവും. മറ്റുള്ള കമ്പനികളൊക്കെ വെച്ച് ഞാൻ ഷീറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ ഷീറ്റ് ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതനുസരിച്ച് ഞാൻ ഓർഡർ ചെയ്തു. ഇവർ എനിക്ക് കറക്റ്റ് ഷീറ്റ് കൊണ്ട് തന്നു. ഞാൻ തന്നെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്തത്. ഫ്രീ ഡെലിവറി ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ചൂട് കുറവായിരിക്കും. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവത്തില്ല. സത്യമാണോ? മഴ പെയ്യുമ്പോൾ സൗണ്ട് ഇല്ല, നമ്മൾ അറിയാറില്ല. പിന്നെ ചൂട് ഷീറ്റുമ്പോ ചൂടുണ്ടായാലും നമുക്ക് താഴത്തേക്ക് ചൂട് കുറവാണ്. മറ്റുള്ള ഷീറ്റുകൾ, അതായത് മറ്റുള്ള ഷീറ്റ് നമുക്ക് താഴത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതായത് ഇരുമ്പ് ഷീറ്റുകൾ എന്തായാലും സാർ ഇരുമ്പ് ഷീറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. ആ ഒരു ഷീറ്റും ഈ ഒരു ഷീറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ ചൂട് കുറവ് ഇതിലാണ്. ചൂട് കുറവ് നമ്മുടെ ഈ അർഫയുടെ ഷീറ്റ് സ്റ്റോൺ കോട്ടൺ. റേറ്റ് മറ്റുള്ളവരുമായിട്ട് നോക്കുമ്പോൾ റേറ്റ് എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നി. 145, 160 പറഞ്ഞ സാധനത്തിന് എനിക്ക് ഇവർ വളരെ റേറ്റ് കുറച്ചതാണ്. ഇവരുടെ പ്രത്യേകത എന്നുള്ളത് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നാണ് ഇവർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സാർ ഇപ്പോൾ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടാവും റേറ്റ് ഒക്കെ. അവർ തന്നതിനേക്കാളും നല്ല റേറ്റ് കുറവാണ്. അപ്പൊ കേരളത്തിലല്ല, ഇന്ത്യയിലുടനീളം ഇവരുടെ സർവീസ് അവൈലബിൾ ആണ് നമ്മുടെ അഫ്ര ഇന്ത്യയുടെ, അല്ലെ? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്ന് ഒരു നിർബന്ധം പറയത്തില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഡ്രസ് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം. ഫുൾ ഗൈഡൻസ്, അതായത് A to Z. അതായത് ഡ്രസ് വർക്കിൽ എത്ര സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഗ്യാപ്പ് വരുന്നത്, അതുപോലെ തന്നെ എത്ര ഗേജിന്റെ പൈപ്പ് വേണം, എത്ര ഗ്യാപ്പിലാണ് നമ്മൾ പർലിംഗ് അടിക്കേണ്ടത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല ഒരു ഇൻസ്റ്റലേഷൻ മാനുവലും വീഡിയോസ് കൂടി പ്രൊവൈഡ് ചെയ്യും. അത് കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ഡെലിവറി ആയിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഫ്രീ ഡെലിവറി തീർച്ചയായും. അടിപൊളി കേട്ടല്ലോ. അപ്പോൾ നല്ല ഒരു ഓപ്ഷനാണ്. നിങ്ങൾ 10 വർഷം കൂടുമ്പോൾ ഇരുമ്പ് ഷീറ്റുകൾ മാറ്റി ഇടുന്ന പൈസ ഉണ്ടെങ്കിൽ ഒറ്റ തവണ ചെയ്ത് കഴിഞ്ഞാൽ 50 വർഷമാണ് ഇവർ നൽകുന്ന വാറന്റി. 50 വർഷം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അഫ്ര ഇന്ത്യയുടെ ഫുൾ ഡീറ്റെയിൽസ് പലതവണയായിട്ട് വീഡിയോയുടെ സ്ക്രീനിൽ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിലും ഇവരെ കോൺടാക്ട് മതി. അപ്പോൾ താങ്ക് യു. നല്ലൊരു ഇൻഫർമേഷൻ ആണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കായിട്ട് കൊടുത്തത്. അപ്പോൾ അവർക്ക് എന്തായാലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കും. നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുവാണെങ്കിൽ ഒരു നല്ലൊരു കേട്ടോ തീർച്ചയായും ചെയ്തിരിക്കും. അതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയാണ് അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും എത്തിച്ചു കൊടുക്കുക. ഓക്കെ, തീർച്ചയായും പരിഗണന ഉണ്ടാവും. താങ്ക് യു.